Hello, good morning. Good morning, students. Good morning, sir. Good morning, Good sir. morning, sir. Good morning, sir. Okay, കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഹലോ, വോയിസ് ക്ലിയർലി ഓഡിബിൾ ആണോ? Audible, Yes, sir. sir. ഓക്കെ, പ്രസന്റേഷൻ കാണാമല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് മോഡ്യൂള് കംപ്ലീറ്റഡ് ആയി. നമ്മളതിനകത്ത് ഈ സെക്കൻഡ് മോഡ്യൂളിന്റെ കുറച്ച് ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. കാരണം മറ്റേതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകും. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് നമുക്ക് ഫ്രിക്ഷൻ ആണ് വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് മോഡ്യൂളിന്റെ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ആ പ്രോബ്ലം കിട്ടിയായിരുന്നു, 3 ബോൾസ് വരുന്നത്. അത് പറഞ്ഞ് നിങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കി കിട്ടിയായിരുന്നോ? ഇല്ല സർ, കിട്ടില്ല. ചെയ്ത് നോക്കിയില്ലേ? അല്ല, ആൻസർ കിട്ടില്ല. ആഹാ, എന്താ മിസ്റ്റേക്ക് വരുന്നതാണോ? എന്താണ് പ്രശ്നം? എന്തോ ഇഷ്യൂ വന്നേ ചെയ്ത് നോക്കിയപ്പോ? നമുക്ക് ഈ ഒരു മോഡ്യൂളിന്റെ ഈ ഒരു സെക്ഷനുകൾ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ആ ടൈപ്പ് പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കാം. കാരണം ഈ ഒരു മോഡ്യൂളിന്റെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. അപ്പം കുറച്ചുകൂടി ആ തിയറി നോളജ് ആയതിനു ശേഷം ചെയ്ത് നോക്കാം. അപ്പം മീൻവെൽ നിങ്ങൾ അതിന്റെ സിമിലർ പാറ്റേൺ പ്രോബ്ലംസ് എവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഈ 3-4 ഗോൾസ് ചേർന്ന് വരുന്നതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ചാനലിന് ഇടയ്ക്ക് വന്നതിന് ശേഷം അതിനകത്തുള്ള ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് എത്രയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് സെക്കൻഡ് മോഡൽ പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് ബീംസ്. ഓക്കെ, ടൈപ്സ് ഓഫ് ബീംസിനകത്താണ് നിങ്ങൾക്ക് സെക്കൻഡ് മോഡലിൽ സെക്കൻഡ് പാർട്ട് വരുന്ന കാര്യങ്ങൾ. അതാണ് നമ്മൾ ഓൾറെഡി ബീംസിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ബീംസ് ആണ് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിലീവർ ബീം, അതായത് ഒരു സൈഡ് മാത്രം ഫിക്സഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാൻഡിലീവർ ബീം എന്ന് പറയുന്നത്. നമ്മൾ വീടിന്റെ ഒക്കെ സൺഷെയ്ഡ് കേൾക്കുന്നുണ്ടോ? അവിടെ ക്ലിയർ ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ വീടിന്റെ ഒക്കെ സൺഷെയ്ഡുകളൊക്കെ ഇല്ലേ? ഓക്കെ, നമ്മൾ വീടിന്റെ മോഡ്യൂളിന്റെ പേരെന്താ, ഹെഡിങ് എന്താ? ഹെഡിങ് ആയിട്ട് എഴുതണ്ട, നമുക്ക് 2 പാർട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് ഫ്രിക്ഷനും സെക്കൻഡ് പാർട്ട് ടൈപ്സ് ഓഫ് ബീംസും ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ബീംസും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ബീംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഈ നമ്മളെയൊക്കെ വീടിന്റെ സൺഷെയ്ഡ്, നമുക്ക് ആ നമ്മുടെ വീടിന്റെ ഔട്ടർ വാളിലേക്ക് വെള്ളം തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൺഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും വീട്ടിലുണ്ടോ? അത് അറിയാമോ? നമ്മളവിടെ ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ, അതൊരു കാന്റിലീവർ ബീമാണ്. കാരണം 2 സൈഡ് ഫിക്സഡ് ആണ്, ഒരു സൈഡ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാളുമായിട്ട് കണക്റ്റഡ് ഉള്ളൂ, ബാക്കി ഒരു സൈഡ് സ്പീഡി സസ്പെൻഡഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബീമിനാണ് നമ്മൾ കാന്റിലീവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഒരു സൈഡ് മാത്രം, നമ്മുടെ വീടിന്റെ ഒക്കെ സൺഷെയ്ഡ് ആണ് അതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബീമിനെ എടുത്ത് വേറെ കണക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇതിനകത്ത് ഇതിനകത്ത് എടുത്ത് വച്ചിരിക്കുന്നു എന്നേ ഉള്ളതുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ബീംസിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ താഴേക്കുള്ള ഫോഴ്സ് മാത്രമേ ഇതിനകത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ ഓവർ ഹാങ്ങിങ് ബീം, അതായത് നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുന്ന ഹാങ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇത്രയും പോർഷൻ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്, ഇത്രയും പോർഷൻ ഹാങ് ചെയ്തിരിക്കുന്നത്. അതായത് സപ്പോർട്ട് ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡിലാണ് സപ്പോർട്ട്സ് വരുന്നത്. ഈ 2 സൈഡും നമുക്ക് എന്ത് ചെയ്യുന്നു, ഓവർ ഹാങ്ങിങ് ആണ്. ഓക്കെ, ഇതിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് വരുന്നതാണ്. നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, ബീം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, മൾട്ടിപ്പിൾ സപ്പോർട്ട്സ് ഇങ്ങനെ കൊടുത്ത് പോകുന്നു. അപ്പൊ അതിനാണ് കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് എൻഡ്, അതായത് 2 സൈഡ്, നമ്മൾ കാന്റിലീവറിനകത്ത് 1 സൈഡ് മാത്രമേ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ഫിക്സഡ് എൻഡ് ബീം ബോത്ത് ദ സൈഡ്സ് വിൽ ബി ഫിക്സഡ്. 2 സൈഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുന്ന ബീംസിനെയാണ് ഫിക്സഡ് എൻഡ് ബീംസ് എന്ന് പറയുന്നത്.
ദെൻ കാൻഡിലിവർ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ഉണ്ട്. കാൻഡിലിവർ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കാൻഡിലിവർ ആണ്, അടുത്ത സൈഡ് നമ്മൾ എന്ത് ചെയ്യും സിംപ്ലി സപ്പോർട്ടഡ്, നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സൈഡ് കാൻഡിലിവർ പോലെ വരും, അതായത് ഫിക്സഡ് എൻഡ്, കംപ്ലീറ്റ്ലി ഫിക്സഡ് എൻഡ്, അതായത് ഒരു മോഷനും പോസിബിൾ അല്ല, ഈ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ് ഫിക്സഡ് എൻഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്, അതായത് ജസ്റ്റ് ഒരു താഴത്തെ ഫോഴ്സ് നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവിടെ ഫിക്സഡ് ആയിരിക്കും, ഇവിടെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫോഴ്സ് കൊടുത്ത് നമുക്ക് അതിനെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് അതിനകത്ത് മൂവ് ചെയ്യില്ല. അത് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ബീംസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന് കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, അതായത് സപ്പോർട്ടിന് പുറത്തേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്ന ബീംസ്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ബീംസ്, ഫിക്സഡ് എൻഡഡ് ബീംസ്, കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ആദ്യമേ നോക്കാം, ഏതൊക്കെ ടൈപ്പ് സപ്പോർട്ടുകളാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ സപ്പോർട്ടാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സർഫസിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു ബീമിനെ ഒരു സർഫസിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതായത് ലെങ്ത് ഓഫ് ദ ബീം ഈസ് എൽ ആൻഡ് എ പോയിന്റ് ലോഡ് ഈസ് ബീങ് ആക്ടഡ് അപ്പോൺ ദ ബീം. ഓക്കെ, ഒരു പോയിന്റ് ലോഡ് ബീമിൽ ആക്ട് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെ നമ്മൾ എന്തൊരു ബീമിൽ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നു സിംപ്ലി സപ്പോർട്ട്. ഓക്കെ, if one end of the beam simply rests on a support, the support is known as simple support. അതായത് ബീമിന്റെ എൻഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഇതിനകത്ത് വെച്ചേക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ട്. ബീം ഈസ് ഫ്രീ ടു സ്ലൈഡ്, അതായത് അതിനകത്ത് സ്ലൈഡ് ചെയ്യാനും പോസിബിൾ ആണ്, അതായത് തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യാനും പോസിബിൾ ആണ് അത് സിമ്പിൾ സപ്പോർട്ട്. സോ ദ റിയാക്ഷൻ ഈസ് ആക്ടിങ് ഓൺലി പെർപെൻഡിക്കുലർ, ഇത് മുകളിലേക്ക് മാത്രമേ ഉള്ളൂ റിയാക്ഷൻ, സൈഡ് വൈസ് ഒന്നും റിയാക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സ്കെയിൽ റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ, അല്ലെങ്കിൽ രണ്ട് ടേബിളുകൾ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അതിന്റെ പുറത്ത് നമ്മൾ സ്കെയിൽ വെക്കുന്നു. അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് സിംപ്ലി സപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ റോളർ സപ്പോർട്ട്സ്. റോളർ സപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സൈഡിൽ നമുക്ക് റോളേഴ്സ് വരുന്നു, സപ്പോർട്ടായിട്ട് റോളർ വെച്ചേക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുക അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് എൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ചെറിയ റോളേഴ്സ് വന്നിട്ടില്ലേ, അതിനാണ് നമ്മൾ റോളർ സപ്പോർട്ട്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ ഈ സപ്പോർട്ട്സിനെയാണ് നമ്മൾ റോളർ സപ്പോർട്ട്സ്, അതായത് ഓൺ ബോത്ത് വിൽ ബി ഹാവിംഗ് വാട്ട് റോളേഴ്സ്. ചിലപ്പോൾ ഒരു എൻഡിൽ മാത്രമേ ഉണ്ടാവും, ചിലപ്പോൾ രണ്ട് എൻഡിൽ ഉണ്ടാവും, വൺ സൈഡ് റോളേഴ്സ് അല്ലെങ്കിൽ ടു സൈഡ് റോളേഴ്സ് എന്നുള്ള രീതിയിൽ. ദെൻ വിച്ച് ഈസ് സപ്പോർട്ടഡ് ഓൺ എ ഫ്രിക്ഷൻലെസ് റോളർ to permit contraction and expansion due to temperatures or lateral forces is known as roller support. Okay, the reaction in roller support is normal to the surface. ഇതിനകത്തുള്ള റിയാക്ഷന് മുകളിലേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ. നമുക്ക് ഇവിടെ വന്നതുപോലെ പെർപെൻഡിക്കുലർ തന്നെയാണ് റിയാക്ഷൻ വരുന്നത്, ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. Then hinged or pinned support, ഇങ്ങനെയുള്ള സപ്പോർട്ട്സിനെയാണ് നമുക്ക് ഹിഞ്ച്ഡ് സപ്പോർട്ട് ഓർ പിൻഡ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയുക. അപ്പൊ ഇത് ഈ ബീം എന്ത് ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ ആണ്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ് ഈ ഒരു ബീമിന്. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട്സിനാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്നല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിൻ ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുക എന്നുള്ള രീതിയിൽ. നമ്മളെ ഡോറ്, നമ്മളെ വീടുകളുടെ ഡോർ എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. ഓക്കെ, അത് ഒരു സൈഡിലല്ലേ നമുക്ക് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഹിഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഡോർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ഹിഞ്ചസ് അല്ലേ. എല്ലാവരും വീട്ടിൽ ഡോറില്ലാത്ത വീടുകൾ ആർക്കും ഇല്ലല്ലോ, എല്ലാവരും ഡോർ കണ്ടിട്ടുള്ളതല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അത് നമുക്ക് എന്താണ് ഡോറ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹിഞ്ചസ് സപ്പോർട്ട്, ഹിഞ്ചസിൽ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദ ഡോർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ദോസ് ഹിഞ്ചസ്. അപ്പോൾ നമുക്ക് ദിസ് ഡസ് നോട്ട് പെർമിറ്റ് മൂവ്മെന്റ് അലോങ് എനി ഡയറക്ഷൻ ബട്ട് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. അതായത് വേറൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അത് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ഹിഞ്ചസ്. ദ റിയാക്ഷൻ കോമ്പണന്റ്സ് ആർ ടേക്കിംഗ് അലോങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. അതായത് നമുക്ക് റിയാക്ഷൻസ് വരുന്നത് എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും റിയാക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിലും റിയാക്ഷൻ ഉണ്ട്. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ഇത് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ, ഇതിനകത്തുനിന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിക്സഡ്, ഇറ്റ്സ് നോട്ട് മൂവബിൾ. ഓക്കെ, ടോട്ടലി ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻഡ് കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും. കാൻഡിലിവർ ബീമിന്റെ കേസിൽ ഒരു ഫിക്സഡ് എൻഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ, ഒരു സൈഡ് ഫിക്സഡ് എൻഡ് ആയിരുന്നു, മറ്റേ സൈഡ് ഫ്രീ ആയിരുന്നു. അതാണ് നമുക്ക് കാൻഡിലിവർ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് എൻഡ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയാം. കാൻഡിലിവറിനകത്ത് വരുന്ന ആ ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ ഫിക്സഡ് എൻഡ് സപ്പോർട്ട്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്, അതായത്
ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും മൊമെന്റും ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ കോമ്പണന്റ് വരയ്ക്കുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് വരയ്ക്കും, വെർട്ടിക്കൽ കോമ്പണന്റ് വരയ്ക്കും, അതിന് തന്നെ മൊമെന്റും വരയ്ക്കും. ഏതൊക്കെയാണോ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ സിംപ്ലി സപ്പോർട്ടിനകത്ത് ഏതൊക്കെയാണ് റെസ്ട്രിക്റ്റഡ്? നമുക്ക് താഴേക്കുള്ള ആ ഒരു മൂവ്മെന്റ്, അതായത് ഈ ബോഡി നമ്മൾ എന്ത് ചെയ്യും, താഴേക്ക് പോകുന്നില്ല എന്നുള്ളത് ഇത് റെസ്ട്രിക്ഷൻ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ബീമിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം, സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ റിയാക്ഷൻ, ഇവിടെ അപ്വേർഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹിയർ ഓൾസോ നമുക്ക് റോളർ സപ്പോർട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ബീം ഈ ഫ്രീ ടു മൂവ് ഓർ റൊട്ടേറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് അപ്വേർഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഹിഞ്ചിഡ് സപ്പോർട്ടിനകത്ത് നമുക്ക് എന്താണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മൊമെന്റ് ഇല്ല. കാരണം മൊമെന്റ് ഇല്ല എന്ന് പറയുന്നത് കാരണം ബോഡി ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. ഓക്കെ, അപ്പൊ അത് മൊമെന്റ് റിയാക്ഷൻ ഇല്ല. ബോഡി ഈസ് ഹാവിംഗ് മൊമെന്റ് ബട്ട് ദർ ഈസ് നോ മൊമെന്റ് റിയാക്ഷൻ. നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും മാത്രമേ ഉള്ളൂ. കാരണം വെർട്ടിക്കൽ മൂവ്മെന്റ് ഹൊറിസോണ്ടൽ മൂവ്മെന്റും ബീമിൻ്റെത് ഹിഞ്ചിഡ് സപ്പോർട്ടിന്റെ കേസിൽ റെസ്ട്രിക്റ്റഡ് ആണ്. Beam is not moving horizontally, beam is not moving vertically, so there will be vertical reaction and horizontal reaction in hinged support. Okay, and in the case of fixed support, the body is restricted from everything. That is, the body is totally at rest, completely fixed at that point. So we are restricting horizontal movement, we are restricting vertical movement, and we are also restricting the movement. So there will be vertical reaction, horizontal reaction, and there will also be moment reaction. അപ്പൊ 3 കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ടൈപ്സ് ഓഫ് സപ്പോർട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നതാണ്. റോളർ സപ്പോർട്ട് കാണിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോളർ സപ്പോർട്ട്സ്. ഇതെല്ലാം റോളർ സപ്പോർട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് മാത്രമല്ല, ഇതെല്ലാം റോളർ സപ്പോർട്ട്സ് ആണ്. ഓക്കെ, കാണിച്ചിരിക്കുന്നതെല്ലാം റോളർ സപ്പോർട്ട്സ് ആണ്. ഹിഞ്ചിഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ സൈഡ് ഫിക്സഡ്, പക്ഷെ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ദ ബോഡി ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ മൂവ്മെന്റ് പോയിന്റ്. സോ ദർ വിൽ ബി റൊട്ടേഷൻ മോഷൻ. സോ ദർ വോണ്ട് ബി എനി മൊമെന്റ് റിയാക്ഷൻ. മൊമെന്റ് റിയാക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഉണ്ടാകും. ഇവിടുത്തെ കേസിൽ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ റോളർ സപ്പോർട്ടിന്റെ കേസിൽ. ഫിക്സഡ് സപ്പോർട്ടിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ്, ഓർ ഇറ്റ് വിൽ ബി വെൽഡഡ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഇതിനകത്തേക്ക് മെറ്റീരിയലിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. നമ്മൾ ഈ ഡോറിന്റെ ഈ ഡോറിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇതുണ്ടല്ലോ, നമ്മൾ വാളിലേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് നമുക്ക് ആ വുഡൻ പീസ് എന്ത് ചെയ്യുന്നു, ആ വോളിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയല്ലേ. ഇറ്റ് ഇസ് എ ഫിക്സഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ അത് കാരണമാണ് അത് എന്ത് ചെയ്യുന്നത്, അതൊന്ന് വീഴാത്തത്. ഓക്കെ, ആ ഒരു ഇത് വന്ന് വീഴാത്ത കാരണം എന്തുകൊണ്ടാണ്, അത് കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയതുകൊണ്ടാണ്. വോളിനായിട്ട് കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പോർഷൻ വന്ന് വീഴാത്തത്. അതിനകത്താണ് നമ്മൾ എന്ത് ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്ത് ഡോറിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഓൾസോ വെൽഡ് ദ മെറ്റീരിയൽ. ഇപ്പൊ ഇതൊരു സ്റ്റീൽ മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ അയൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ വെൽഡ് ദ അയൺ മെറ്റീരിയൽസ് ടുഗദർ, and that will also be a fixed support because we are restricting the horizontal movement, vertical movement, or also the rotation movement. Rotational momentum നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. സോ അവിടെ എല്ലാ റിയാക്ഷൻസും ഉണ്ടാകും. ദാറ്റ് ഈസ് വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ആൻഡ് റൊട്ടേഷണൽ മൊമെന്റ് റിയാക്ഷൻ വിൽ ഓൾസോ ബി there in fixed support. But in the case of hinged or pin support, there will only be horizontal and vertical reaction. There won't be any rotational moment reaction. And in the case of roller support, there will only be vertical reaction. There will not be any horizontal reaction because the body is free to slide ചെയ്യാൻ പോസിബിൾ ആണ് ബോഡിക്ക്. അതിനൊക്കെ തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് മൂവ് ചെയ്യാനും പോസിബിൾ ആണ്. സോ there will only be vertical reaction. There won't be any horizontal reaction or rotational moment. ഇത് നമുക്കൊരു എക്സാമ്പിൾ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അത് നിങ്ങൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ദിസ് ഈസ് ദ ബീം. ഓക്കെ, ദീസ് ആർ ദ സപ്പോർട്ട്സ്. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ക്ലിയർ ആണോ? സിംപ്ലി സപ്പോർട്ടഡ്, ദീസ് ആർ ഓൾ സിംപ്ലി സപ്പോർട്ടഡ്. ഇതെല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, 2 സപ്പോർട്ടിങ് സ്റ്റോണുകളുണ്ട്, അതിന്റെ മുകളിൽ ഒരു ബീം വെച്ചിരിക്കുന്നു. എല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോൺ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മളിപ്പോ ഇത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് സപ്പോർട്ട് ആയി കേട്ടോ. കോൺക്രീറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫിക്സഡ് സപ്പോർട്ട്. ഇറ്റ് ഈസ് ഈസി ടു റിമൂവ് ദിസ് പെർട്ടിക്കുലർ സ്റ്റോൺ. അത് കാരണമാണ് അത് എന്ത് ചെയ്യുന്ന സിംപ്ലി സപ്പോർട്ടഡ് ആയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് അഗെയിൻ എ സിംപ്ലി സപ്പോർട്ട്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു, ഇതിന് ഈ ഒരു ബീമിന് സപ്പോർട്ടായിട്ട് മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. ഓക്കെ,
just a simply support. We are not നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. വി ആർ നോട്ട് ഫിക്സിങ് ഇറ്റ് ഓൺ ദ പെർട്ടിക്കുലർ സപ്പോർട്ട്. ഈ വെർട്ടിക്കൽ പില്ലറിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. ജസ്റ്റ് സിംപ്ലി സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. So simply support there will only be a vertical force reaction force എന്ന് പറയുന്നത് vertical reaction force. അതായത് നമ്മൾ സപ്പോർട്ട് റിമൂവ് ചെയ്തിട്ട് ബീമിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ റെപ്രസെന്റിംഗ് ദ സപ്പോർട്ട് ബൈ എ vertical reaction force അല്ലോ. ഇതാണ് ഒരു റോളർ സപ്പോർട്ടിന്റെ ഒരു ഫിഗർ വന്നിരിക്കുന്നത്. റോളർ സപ്പോർട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ബോഡി ഈസ് ഫ്രീ ടു സ്ലൈഡ് ഓൺ ഓവർ ദ ബോഡി അല്ലേ. ഈ റോളർ സപ്പോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബീമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് സ്ലൈഡിങ് പോസിബിൾ ആണ്. ഓക്കെ, അതിനൊക്കെ അപ്പുറത്തെ എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. ഈ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേഷനും പോസിബിൾ ആണ്. ഇതൊരു ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡ് റൊട്ടേഷൻ പോസിബിൾ ആണോ? റൊട്ടേഷൻ പോസിബിൾ അല്ല. അപ്പൊ ഇത് നമുക്ക് എന്താ ഒരു റോളർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പുറത്തെ സൈഡ് ഫിക്സഡ് അല്ല എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ഈസ് പോസിബിൾ, ഒരു മൊമെന്റ് പോസിബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഏത് മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. റോളർ സപ്പോർട്ടിന്റെ കേസിൽ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ വരികയുള്ളൂ. ക്ലിയർ ആണോ? വ്യക്തമാണോടെ? എനി ഡൗട്ട്സ്? ഹലോ, ഫോളോ ചെയ്യുന്നുണ്ടോ? ദിസ് അഗൈൻ അനദർ റോളർ സപ്പോർട്ട്. നമ്മൾ കാണിച്ചതുപോലെ ഒരു ട്രയാങ്കുലർ ജോയിന്റ് വന്നിട്ട് അതിന്റെ താഴെയാണ് നമ്മൾ റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു റോളർ സപ്പോർട്ടാണ്. ഹിയർ വിൽ ബി ഹാവിംഗ് ദ ബീം. ഓക്കെ, ഹിയർ വിൽ ബി ഹാവിംഗ് ദ ബീം ആൻഡ് ഇത് ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് എന്താണെന്നുള്ളത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ സൈഡിന്റെ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഈസിലി സ്ലൈഡ് ദിസ് പെർട്ടിക്കുലർ ബീം ഓവർ ദിസ് റോളേഴ്സ് ആൻഡ് ഓൾസോ വി ക്യാൻ rotate the body over the we can also rotate, so moment will also be there. So the only reaction acting is vertical reaction മാത്രമേ അവിടെ ഉള്ളൂ. Then this is the hinged support. Example for hinged support. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമുക്ക് എന്താണ് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട് അല്ലേ. സോ ദ വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ഈസ് റെസ്ട്രിക്റ്റഡ്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നമുക്ക് ഇതിനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, പുള്ളി ചെയ്ത് മൂവ് ചെയ്യാനോ സ്ലൈഡ് ചെയ്യാനോ അങ്ങനെ പോസിബിൾ ആണോ? ഈ ബീമിനെ പോസിബിൾ അല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിക്സഡ് അറ്റ് ദിസ് പോയിന്റ്, ബട്ട് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. കംപ്ലീറ്റ്ലി ഫിക്സഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അറ്റ് ദിസ്. ഇറ്റ് ഈസ് പിൻഡ്. കംപ്ലീറ്റ്ലി ഫിക്സഡ് അല്ല, ഇറ്റ് ഈസ് പിൻഡ് ഓർ ഹിഞ്ച്ഡ് എന്ന് പറയും. നമ്മൾ ഡോറിന്റെ കേസ് പോലെ തന്നെ ഈ ഒരു ബീം എന്ന് പറയുന്നത് ഹിഞ്ച്ഡ് ആണ് അല്ലെങ്കിൽ പിൻഡാണ്. ആണോ, ഇതാണ് പിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന പിന്ന്. ഓക്കെ, അവിടെ സ്ലോട്ട് ഉണ്ടാവും, സ്ലോട്ടിൽ നമ്മൾ പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ beam is restricted from horizontal movement, vertical movement. It is only having what? Rotation മാത്രമേ ഉള്ളൂ. So what will be the reactions in this hinged joint? ഏതൊക്കെ റിയാക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക? സിയോ, ഏതൊക്കെ റിയാക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞതാണ് ഹിഞ്ച് ജോയിന്റ് കേസിൽ ഏതൊക്കെ റിയാക്ഷൻസ് ആണ് ഉള്ളത്? ഹലോ, ഏതൊക്കെ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക? ഹിഞ്ച് ജോയിന്റ് കേസിൽ ഏതൊക്കെ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക? ഇനി ഐഡിയ സിയോ അറിയില്ലേ? Anyone else? സൈഫുദ്ദീൻ ഓൺലൈൻ ഉണ്ടോ? What will be the reactions in this particular hinged joint? ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഞാൻ ഇതിന്റെ തിയറി എടുത്ത സമയത്ത് വെർട്ടിക്കൽ ആയിട്ട് ചെയ്യാനില്ല. Vertical ആയിട്ട് മൂവ്മെന്റ് പോസിബിൾ അല്ല. So there will be a vertical reaction and also the beam is restricted from horizontal movement അല്ലേ? സ്ലൈഡിങ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ there will be a horizontal reaction. So vertical reaction ഉണ്ടാവും, horizontal reaction ഉണ്ടാവും. But the body is free to rotate about that point. ബോഡിക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മൊമെന്റ് റിയാക്ഷൻ ഉണ്ടാവില്ല. ബട്ട് there will be only vertical and horizontal reaction. വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും ഹിഞ്ച് ജോയിന്റ് കേസിൽ. ഞാൻ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, കാരണം നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ റിയാക്ഷൻസ് ഏതൊക്കെ ജോയിന്റിനകത്ത് വരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഹിഞ്ച് ജോയിന്റ് കേസിൽ നമുക്ക് എന്താ വരുന്നത്? വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. ബട്ട് rotational moment is not restricted, so that particular reaction will not be there.
This is again another hinged joint. Hinged joint or pinned joint. So here also there will be vertical reaction and horizontal reaction, but there will not be any rotational moment. Rotational moment reaction ഉണ്ടാവില്ല കാരണം the body is free to rotate about that point. ഈ ഒരു പോയിന്റ് റൊട്ടേഷൻ പോസിബിൾ ആണ്, അത് റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ഇതിന്റെ ബോഡിയുടെ റൊട്ടേഷണൽ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അത് കാരണം അവിടെ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. സപ്പോർട്ടിനകത്തിന്റെ കേസാണ്, സപ്പോർട്ടിനകത്ത് ഉള്ള റിയാക്ഷൻ കേസാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ ഏതൊക്കെ മാത്രമേ ഉള്ളൂ, ഇതിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. സോ there will be a vertical reaction upwards and horizontal മൂവ്മെന്റിനെ, സ്ലൈഡിംഗ് മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. സോ there will be horizontal reaction ഉണ്ടാവും. ഇങ്ങനെ ഒരു ജോയിന്റ് കാണിച്ചു കഴിഞ്ഞാൽ there will be vertical reaction, horizontal reaction. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. If it is a pinned joint, there will only be a vertical reaction and a horizontal reaction. There will not be any rotational moment reaction. Rotational moment reaction എന്തുകൊണ്ടില്ല? Because the body is free to rotate about this point. ഈ ഒരു പോയിന്റിൽ റൊട്ടേഷൻ പോസിബിൾ ആയതുകൊണ്ട് റൊട്ടേഷണൽ moment reaction ആ സപ്പോർട്ടിനകത്ത് ഉണ്ടാകില്ല. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആവരുത്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നുകൂടി പറയാം. നമ്മൾ സിംപ്ലി സപ്പോർട്ട് ആയിരുന്ന സമയത്ത് നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? കണ്ടോ, സിംപ്ലി സപ്പോർട്ട് ആയിരുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടോ? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല. കാരണം സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. എന്താണ് ഇതിനകത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സ്ലൈഡ് ദ ബോഡി ഓൺ ദാറ്റ് സപ്പോർട്ട്. നമുക്ക് നല്ല ഒരു ക്രെയിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്ലൈഡ് ചെയ്യാം അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം. അതെല്ലാം പോസിബിൾ ആണ്. only thing is that it is not falling down. ആ താഴേക്ക് വീഴാതെയുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. സോ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ, അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഏത് മാത്രമേ വന്നുള്ളൂ? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വന്നുള്ളൂ സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ. റോളർ സപ്പോർട്ടിന്റെ കേസിലും നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ? താഴേക്കുള്ള ആ മൂവ്മെന്റ് മാത്രമേ റെസ്ട്രിക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് കാരണം നമുക്ക് എന്തുണ്ട്? നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. സ്ലൈഡിങ് റിയാക്ഷൻ ഇല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഇല്ല. ഓക്കെ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. ബോഡി ഫ്രീ ടു മൂവ് ഹൊറിസോണ്ടലി അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഇല്ല, ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻസ് സൂചിപ്പിക്കുക റോളർ സപ്പോർട്ട്. ആൻഡ് ഹിഞ്ച് സപ്പോർട്ടിന്റെ കേസിൽ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിൻഡ് ജോയിന്റ് ആകുമ്പോൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് നമുക്ക് എന്തുണ്ട്? റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻ കാണിക്കാം. ഇതാണ് അടുത്ത ഫിക്സഡ് സപ്പോർട്ട് എന്ന രീതിയിൽ വരുന്നത്. ഓക്കെ, വിസിബിൾ ആണോ? ഹലോ, ഇതൊരു ടൈപ്പ് ഓഫ് ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഫിക്സഡ് സപ്പോർട്ട്. ദിസ് ഈസ് ഹിഞ്ച് സപ്പോർട്ട്. അപ്പൊ ഹിഞ്ച് സപ്പോർട്ട് വരെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ള നമുക്ക് ഫിക്സഡ് സപ്പോർട്ട് ആണ്. കണ്ടോ, ഈ ഒരു ബീം എന്താണ്? ദിസ് ഈസ് ഫിക്സഡ് ഓൺ ടു ദ വോൾസ്. നമുക്ക് ആ വോളിനകത്ത് കറക്റ്റ് ആയിട്ട് ഇത് ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുകയാണ് അല്ലേ? ഈ ബീംസ് എല്ലാം ഈ വോളിനകത്ത് ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്? വി ആർ റെസ്ട്രിക്ടിങ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഓൾസോ ദ റൊട്ടേഷണൽ മൂവ്മെന്റ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്ട് ചെയ്യുന്നു. ബീമിന്റെ കംപ്ലീറ്റ് മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നു. സോ ദർ വിൽ ബി വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് ഓൾസോ ദ റൊട്ടേഷണൽ മൂവ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഡെവലപ്പിംഗ് ഓൺ ദിസ് സപ്പോർട്ട്. അത് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? ഉണ്ടോ, അതിന്റെ റിയാക്ഷൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, horizontal movement restricted ആണ്. അതുകൊണ്ട് horizontal reaction will be there, vertical movement restricted ആണ്. So there will be a vertical reaction and also the rotational movement is restricted by this support. So there will be a rotational movement reaction.
ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു സപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാകും, ആ റിയാക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രീ ബോഡി ഡയഗ്രാം സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ പെർട്ടിക്കുലർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ജസ്റ്റ് സപ്പോർട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. ബേസ്ഡ് അപ്പോൺ ദ നമ്മൾ സപ്പോർട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി ഹാവ് ടു ഡ്രോ ദ ഫോഴ്സ് ഡയഗ്രാം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് സിംപ്ലി സപ്പോർട്ട് ആയിരുന്നെങ്കിൽ ഏത് മാത്രമേ വരത്തുള്ളൂ, വെർട്ടിക്കൽ FY മാത്രമേ വരത്തുള്ളൂ സിംപ്ലി സപ്പോർട്ട് ആയിരുന്നുണ്ടെങ്കിൽ. അതിനൊക്കെ ഒരു ഹിഞ്ച് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ എന്തൊക്കെ വന്നാനേ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും വന്നാനേ. ഹിഞ്ച് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടലും വന്നാനേ എം വരത്തില്ല, റൊട്ടേഷൻ മൂവ്മെന്റ് വരില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന് പകരം നമുക്ക് വേറെ റോളർ സപ്പോർട്ട് ആയിരുന്നെങ്കിൽ എന്ത് മാത്രം വന്നാനേ, അവിടെയും വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വരത്തുള്ളൂ റോളർ സപ്പോർട്ട് ആണെങ്കിൽ. ക്ലിയർ ആണോ? വ്യക്തമാണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോടെ? കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സപ്പോർട്ട് ഓരോ സ്ഥലത്ത് കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ കേസ് അതിനകത്ത് നോക്കുക. അങ്ങനെ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റോളർ സപ്പോർട്ട്സ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്, സപ്പോർട്ട്സിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. റിയാക്ഷൻസ് കറക്റ്റ് ആയിട്ട് വരച്ച് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഫിക്സഡ് സപ്പോർട്ടിന്റെ ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ കൂടെ ഈ റിയാക്ഷൻസും വരയ്ക്കുക. അതിന് തന്നെ പിൻഡ് സപ്പോർട്ടിന്റെ ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ കൂടെ ഈ റിയാക്ഷൻസ് വരയ്ക്കുക. പിന്നീട് സിംപ്ലി സപ്പോർട്ടിന്റെ ഈ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതിന്റെ ഡയഗ്രാം നിങ്ങൾ ഇത് നോക്കി വരച്ചാൽ മതി. നമ്മൾ ആദ്യമേ കാണിച്ചത്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടിനും റോളർ സപ്പോർട്ടിനും നിനക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. വരച്ചായിരുന്നോ? ഇല്ല, വരത്തില്ല. വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് വെർട്ടിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ടോ. സപ്പോർട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ വരുന്നത് ഏതാണ്, വെർട്ടിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഇവിടെ നമ്മൾ സപ്പോർട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ്, വെർട്ടിക്കൽ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് റോളർ സപ്പോർട്ടിന്റെ കേസിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ജസ്റ്റ് ആ ബീംസ് ഒന്ന് വരച്ച് വെച്ചേക്കുക. സിംപ്ലി സപ്പോർട്ടോട് വരച്ചിട്ട് എന്ത് ചെയ്യുക, സിംപ്ലി സപ്പോർട്ടോട് എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കാതുണ്ട്. ബീം വരയ്ക്കുക. അവിടെ ഇങ്ങനെ തന്നെ കാണിക്കണമെന്നില്ല കേട്ടോ. ഇത് can also show it like this. I will show. ഇങ്ങനെയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടോട് കാണിക്കാം. This is also a simply support. ഇതാണ് സപ്പോർട്ട്സ്. ഇതാണ് നമ്മൾ രണ്ട് ടേബിളിന്റെ ഇടയിൽ ഒരു സ്കെയിൽ വെക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിംപ്ലി സപ്പോർട്ട്. ആൻഡ് വാട്ട് വിൽ ബി ദ ഫ്രീ ബോഡി ഡയഗ്രാം? ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? ഇങ്ങനെ ഒരു റിയാക്ഷൻസ്. ദിസ് ഈസ് പോയിന്റ് എ, ദിസ് ഈസ് പോയിന്റ് ബി, ദിസ് വിൽ ബി RA, റിയാക്ഷൻ അറ്റ് എ, ദിസ് വിൽ ബി റിയാക്ഷൻ അറ്റ് ബി. ക്ലിയർ ആണോ സിംപ്ലി സപ്പോർട്ട്സ്? ഈ ഡയഗ്രാം ഒന്ന് വരച്ച് ഇതിനൊക്കെ ഡയഗ്രാം വരച്ചാൽ മതി. ഈ ഡയഗ്രാം തന്നെ വരയ്ക്കണമെന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം വരച്ചാൽ മതി. അതിനകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം കൂടി മാർക്ക് ചെയ്യുക. അതിനൊക്കെ റോളർ സപ്പോർട്ട് ഇതിനൊക്കെ വരച്ചതിന് ശേഷം ഈ ഒരു ബോഡിയുടെ ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഇറ്റ്സ് ഓൾസോ സെയിം ആസ് സിംപ്ലി സപ്പോർട്ട്. AB വന്നു കഴിഞ്ഞാൽ RA RB വെർട്ടിക്കൽ റിലേഷൻസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് ഇതാണ് വേണ്ടത്, ഈ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വേണ്ടത്. വി നീഡ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ്. അപ്പൊ ഈ ഡയഗ്രാംസ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓരോ ഹെഡിങ് എഴുതിയതിനു ശേഷം ഈ ഡയഗ്രാംസ് ഒന്ന് മാർക്ക് ചെയ്യുക. സിംപ്ലി സപ്പോർട്ട്, റോളർ സപ്പോർട്ട്. ഇത് രണ്ടും കഴിഞ്ഞോ? അടുത്തിലേക്ക് പൊക്കൂടെ? ഇത് നോട്ട് ചെയ്തല്ലോ? ഇത് നോട്ട് ചെയ്തോ? ഓക്കെ. ഹിഞ്ച് സപ്പോർട്ട് നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക. ഹിഞ്ച് സപ്പോർട്ട് വരയ്ക്കാനായിട്ട് ഉണ്ടോ? ഇതാണ് ഹിഞ്ച് കാണിക്കുന്നത്. Then you can draw the beam like this. Okay, this is the point A. So what will be, ഇങ്ങനെ വരച്ചാൽ മതി. What will be the free body diagram?
ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ആ ബോഡി എ വരച്ചു, അതിനുശേഷം ഹിഞ്ചഡ് ആയതുകൊണ്ട് അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് വരും? ആർ എ വെർട്ടിക്കലി ആൻഡ് ആർ എ എച്ച് ആർ എ ബി വെർട്ടിക്കലി ആൻഡ് ആർ എ എച്ച് ഹൊറിസോണ്ടലി. ദിസ് വിൽ ബി ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഞാൻ വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഇന്നൊരു ക്ലാസ്സിൽ എടുത്തപ്പോൾ നിനക്ക് വരയ്ക്കുന്നതൊന്നും കണ്ടില്ല. ലാസ്റ്റ് ആണ് അവർ പറയുന്നത്, ക്ലാസ് കഴിയാറായപ്പോൾ. ഓക്കെ. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ പിൻഡ് ജോയിന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, പിൻഡ് ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഹാവിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. നെക്സ്റ്റ് കമ്മിങ് ടു ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എങ്ങനെ വരയ്ക്കേണ്ടത്? ഇങ്ങനെ വരച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സപ്പോർട്ട്. യു ജസ്റ്റ് ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്. This is the beam. This is the point A. This is the point B. This is a cantilever beam. Okay. A beam cantilever ആണ്. Why? Because only one side is supported. If we are supporting this end also, ഇവിടെ നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this will be a completely fixed support. Okay. ഫിക്സഡ് ബീം എന്നുള്ള രീതിയിലാണ്. ഫിക്സഡ് സപ്പോർട്ട് അല്ല, ഫിക്സഡ് ബീം എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. ഓക്കെ. എ ബി എന്ന് പറയുന്ന ബീം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കാന്റിലിവർ ബീം ആൻഡ് ഓൺലി വൺ സൈഡ് ഈസ് ഫിക്സഡ്. ഒരു സൈഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാന്റിലിവർ ബീമാണ്. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിന്റെ റിയാക്ഷൻ ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കും? റിയാക്ഷൻ ഫോഴ്സ് ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കും? വി ആർ റെസ്ട്രിക്റ്റിംഗ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ്, അതായത് സ്ലൈഡിംഗ് ഫോഴ്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നു. സോ ദാറ്റ് there will be RAH, and also we are restricting the vertical force. There will be RAV, and also there will be a reaction moment M. Reaction moment എങ്ങനെ വരയ്ക്കുന്നത്? റിയാക്ഷൻ മൊമെന്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണിച്ചാൽ മതി, മൊമെന്റ് ആക്ട് ചെയ്യും. അപ്പോൾ അതും അതിനകത്തുണ്ട്. ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇത്രയും ആണ് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് വരച്ചൂടെ ചെയ്ത് ജസ്റ്റ് ആ പോയിന്റ്സ് മെൻഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ബോഡി വരയ്ക്കുക, അതിനുശേഷം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് മെൻഷൻ ചെയ്യുക, ഈ ബോഡി ഒന്ന് വരയ്ക്കുക. ബോഡി ഇത് തന്നെ വരയ്ക്കണമെന്നില്ല, ഞാനിപ്പോൾ വരച്ചാണെങ്കിൽ സിമ്പിൾ ഡയഗ്രാംസ് വരച്ചാൽ മതി. അതിനുശേഷം അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഡൗട്ട് ഉള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക, സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. സിംപ്ലി സപ്പോർട്ട് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക, അതിന്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഞാൻ ഈ ലെക്ചർ നോട്ട് സബ്മിഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ അറ്റൻഡൻസ് തരികയുള്ളൂ. ഫൈനൽ അറ്റൻഡൻസ് ചോദിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ അറ്റൻഡൻസ് എൻട്രി ചെയ്യുള്ളൂ. ഓക്കെ. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ലെക്ചർ നോട്ട് സബ്മിറ്റ് ചെയ്തില്ല, യു ആർ ആബ്സെന്റ് ഫോർ ദ ക്ലാസ്. ടു മച്ച് ആബ്സെന്റീസം വരികയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് റിപ്പീറ്റ് ആകും. അടുത്ത വർഷം ഒന്നുകൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺലൈൻ ആയിരിക്കില്ല, എക്സാം ഒന്നും ഓൺലൈൻ ആയിരിക്കില്ല. ഇത് ചിലപ്പോൾ എക്സാം ഓൺലൈൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ചാൻസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതൊക്കെ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇന്റേണൽ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അനുസരിച്ച് മോശം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെക്ചർ നോട്ട് എന്നും പറയുന്നത്. ലെക്ചർ നോട്ട്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ലെക്ചർ നോട്ട്സ് എഴുതുക. കാരണം നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതിന്റെ പ്രൂഫാണ് ലെക്ചർ നോട്ട്സ്. ലെക്ചർ നോട്ട്സ് എഴുതുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഫോളോയിങ് ദ ക്ലാസ്. നിങ്ങൾ വേറെ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യുന്നില്ല, വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അത് ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം ഇത് തന്നെ പറയുന്നത് മിക്കവരും കേൾക്കുന്നുണ്ടാവില്ല. കുറച്ച് പേര് വേറെ എന്തെങ്കിലും പരിപാടി ഇരിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് വരും. കാരണം ക്ലാസ് ഫോളോ ചെയ്യാതെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞോളൂ. ഡെയിലി 9 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണോ? നൈറ്റ് 9 മണിക്ക് മുന്നെയാണ് ഞാൻ ടൈം കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അന്നത്തെ ദിവസം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. ഇതല്ല, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ സബ്മിറ്റ് ചെയ്താ ഞാൻ ആദ്യമേ 6 മണി, വൈകുന്നേരത്തെ 6 മണി. നമ്മൾ ലെക്ചർ നോട്ട് ഇപ്പൊ ക്ലാസ് നടക്കുമ്പോൾ എഴുതുന്ന നോട്ടാണ്. അപ്പോൾ വൈകുന്നേരത്തെ 6 മണി എന്നുള്ളത് കൊടുത്തിരുന്നു. പിന്നീട് കുട്ടികൾ പറഞ്ഞത് കൊണ്ടാണ് 9 മണി ആക്കിയത്. ഞാൻ നൈറ്റ് 10 മണി ആക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നൈറ്റ് 10 മണി ആക്കാം സബ്മിഷൻ ടൈം. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇന്ന് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ വച്ചോളുക. അതിനകത്ത് ഞാനിപ്പോൾ ഒരു 5 മാർക്കിന് ഞാൻ അതിനകത്ത് അധികം മാർക്ക് കുറയ്ക്കത്തില്ല. ലെക്ചർ നോട്ട്സിന്, ഓരോ ലെക്ചർ നോട്ട്സിനും 5 മാർക്ക് വെച്ച് പറയുന്നത്. അതിനകത്ത് ലാസ്റ്റ് ക്യുമുലേറ്റീവ് എടുക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് വരില്ല. പക്ഷെ പിറ്റേ ദിവസം തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, ഒരുപാട് ഡിലേ വരരുത്.
ലെക്ചർ നോട്ട്സ് ഡെയിലി വയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഇന്ന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വയ്ക്കാം. അതിനൊക്കെ നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ് എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളും ഫ്രണ്ട്സിൻ്റെ നോട്ട്സ് മേടിച്ച് എഴുതിയതിന് ശേഷമാണ് നമുക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട്സ് സബ്മിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ ക്യുമുലേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കും. നിങ്ങൾ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് കാര്യങ്ങൾ നോട്ട്സ് നോക്കി എഴുതി മനസ്സിലാക്കിയതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യരുത്. കാര്യങ്ങൾ ഫോളോ ചെയ്യുക, നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക. ഇത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നതാണ്. നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. പിന്നീട് അണ്ടറായി സെഷണൽസ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കറക്റ്റായിട്ട് ലെസൺ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. കാരണം പ്രൂഫ് അത് കണക്ക് തന്നെ ഉണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം അത് കണക്ക് തന്നെ ഉണ്ട്. അപ്പോൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല. നിങ്ങളുടെ പേരൻസ് ഗ്രൂപ്പിലും എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണത്. ഓക്കെ, ഇതെല്ലാം ആണ് സപ്പോർട്ടുകൾ. ഇത് സിംപ്ലി സപ്പോർട്ടിന്റെ എക്സാമ്പിൾ. സെക്കൻഡ് അനദർ സിംപ്ലി സപ്പോർട്ടിന്റെ എക്സാമ്പിൾ. ഇസ് ഓൾസോ സിംപ്ലി സപ്പോർട്ട് എക്സാമ്പിൾ. ഇതിനകത്ത് നമ്മൾ ഈ ബീം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സിംപ്ലി സപ്പോർട്ട് ആയത്. നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് സപ്പോർട്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. സിംപ്ലി സപ്പോർട്ടിന്റെ റിയാക്ഷൻ, സിംപ്ലി സപ്പോർട്ട് റോളർ സപ്പോർട്ടൊക്കെ വരുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ്. This is another roller support. This is also a roller support. It is a hinged support. Okay, for some point hinge is വെച്ചേക്കാണ്. It is free to rotate, but it is restricted from horizontal and vertical movement. This is also another type of hinged support. Okay, this is another hinged support and the free body diagram of the hinged support. This fixed support. Free body diagram. Then types of loading. Next heading is the types of loading എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ലോഡിംഗ് ആണ് നമുക്ക് വരുന്നത്? കോൺസെൻട്രേറ്റഡ് ലോഡ് ഓർ പോയിന്റ് ലോഡ്. ഓക്കെ, then uniformly distributed load. Then uniformly varying load. Pure moment load. ഈ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് ലോഡിങ്ങിന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഒരു പോയിന്റ് ലോഡ്? നമ്മളിപ്പോൾ നേരത്തെ ഡയഗ്രത്തിലൊക്കെ കണ്ടു. ഇത് കണ്ടോ, ഇതൊരു പോയിന്റ് ലോഡാണ്. സിൻസ് ഇറ്റ് ഇസ് ആക്ടിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്, ഒരു പോയിന്റ് ലോഡ് ആയിട്ടാണ് ഇത് വരുന്നത് അല്ലേ. ഓക്കെ, അതാണ് ഒരു പോയിന്റ് ലോഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. അതായത് വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ആസ് എ പോയിന്റ് ലോഡ്. ഇപ്പോൾ ലോഡ് ആക്ട്സ് അറ്റ് എ പോയിന്റ്, either horizontally, vertically or inclined, it is called a concentrated load or point load. If the load acts at a very small area, it is also taken as a point load. അതായത് നമുക്കിപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ടേബിള്, ഇത് അടുത്തൊരു ടേബിള്. നിങ്ങളൊരു സ്കെയിൽ എടുത്ത് ഇങ്ങനെ വെച്ചു, സ്റ്റീൽ സ്കെയിൽ എടുത്ത് ഇങ്ങനെ, സ്റ്റീൽ സ്കെയിൽ അല്ലെങ്കിൽ റൂളർ എടുത്ത് വെച്ചു. സോ ദിസ് എ ബീം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബീം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ സാധനങ്ങൾ, റബ്ബർ എടുത്ത് വെച്ചു ഇരിക്കാം. പിന്നെ കട്ടർ, ഷാർപ്നർ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു പെൻസിൽ എടുത്ത് വെച്ചു. ഇങ്ങനെ എടുത്ത് വെച്ചു എന്ന് വിചാരിക്കും സപ്പോസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് ചെറിയ ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ ബീം ഇങ്ങനെ വരച്ചു. റിയാക്ഷൻസ് ഇത് ബി ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഫ്രീ ബോഡി ഡയഗ്രാം? ദിസ് വിൽ ബി RA, റിയാക്ഷൻ അപ്വേർഡ് ആക്ടിങ്, റിയാക്ഷൻ അറ്റ് പോയിന്റ് ബി, RB. 2 പോയിന്റിലുള്ള റിയാക്ഷൻസ് നമ്മൾ കാണിച്ചു. കാരണം ഈ റിയാക്ഷൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, ഈ ബോഡി താഴേക്ക് വരാത്തത്. ഈ സപ്പോർട്ട് കാരണം ഇങ്ങനെ റിയാക്ഷൻ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ദെൻ വെയിറ്റ് ഓഫ് ദ റബ്ബർ ഓർ ഇറേസർ, that is a point load. Weight of the sharpener, weight of the pencil, weight of eraser, weight of sharpener, weight of pencil. Okay, അപ്പൊ ഇങ്ങനെയാണ്, ഇതെല്ലാം പോയിന്റ് ലോഡ്സ് ആണ്. ക്ലിയർ ആണോ? വ്യക്തമാണോ എന്താണ് പോയിന്റ് ലോഡ് എന്നുള്ളത്? മനസ്സിലായോ? If the load is acting at a very small area, it is taken as a point load. Clear ആണോ? പോയിന്റ് ലോഡ് എന്താണെന്നുള്ളത് വ്യക്തമാണോ? Hello. Okay, sir. Okay. Next coming, uniformly distributed load.
അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഒരു UDL എന്ന് പറയാറുണ്ട്. UDL. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം വരയ്ക്കണേ. കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഡയഗ്രാം വരയ്ക്കണം. UDL ഇത് നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? UDL, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ലോഡിംഗ് ഈസ് സ്പ്രെഡ് ഓവർ എ സർട്ടൺ ലെങ്ത് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ലോഡ് ബീയിങ് കോൺസ്റ്റന്റ്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറേ ലെങ്ത്തിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം UDL. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് നമ്മൾ നേരത്തെ അതേ സ്കെയിൽ തന്നെ എടുക്കുക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അത് തന്നെ എടുക്കുക. ഇതൊരു സപ്പോർട്ട്, ഇതൊരു ടേബിൾ, ദാറ്റ് ഈസ് എ സപ്പോർട്ട്. ഓക്കെ, ടേബിൾ ഈസ് എ സപ്പോർട്ട് ഹിയർ. ഹിയർ വി ആർ ഹാവിംഗ് ദ സ്കെയിൽ. നമ്മുടെ മെറ്റൽ സ്കെയിലാണ് നമ്മൾ കൊണ്ടുവന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്കെയിലാണ്. ഇതിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇതുണ്ടല്ലോ ചരല്, മെറ്റൽ ചിപ്സ്, കല്ലിന്റെ ചെറിയ ഉരുള കല്ലുകൾ ഞാൻ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട്, ഓക്കെ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തിട്ടു. ക്ലിയർ ആണോ? ഇങ്ങനെ കല്ലെടുത്തിട്ടു ഇതിന്റെ മുകളിൽ, ഇത്രയും പോർഷനിൽ മാത്രമായിട്ട് ഇട്ടു. അപ്പൊ ഇതൊരു UDL ആണെന്ന് പറയുന്നത്. ദിസ് ഈസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതൊരു പോയിന്റ് ലോഡാണോ? പോയിന്റ് ലോഡ് ആണ്, കാരണം ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അതായത് ഇത്രയും ലെങ്ത്തിൽ, സപ്പോസ് ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്കെയിൽ ഈസ് L. ഓക്കെ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ L എന്ന് വിചാരിക്കുക. ഈ ലെങ്ത് നമുക്ക് സ്മോൾ L ആണെന്ന് വിചാരിക്കുക. അതായത് ഈ UDL വരുന്ന ലെങ്ത് സ്മോൾ L ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ നോർമലി എക്സ്പ്രസ് ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ W/L ആണ്, വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വെയിറ്റിനെ കാണിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലിന്റെ കറക്റ്റ് ഈ L ലെങ്ത്തിലല്ലേ ആക്ട് ചെയ്യും. നമ്മൾ ഇതിനെ ഒരു UDL-നെ നമ്മളൊരു 3-point ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു പോയിന്റ് ലോഡായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കെയിൽ അതേണക്ക് വരച്ചു 3-point ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. റിയാക്ഷൻസ് RA കാണിച്ചു, റിയാക്ഷൻ RB കാണിച്ചു, ആൻഡ് ദിസ് UDL is acting at a length of L അല്ലേ. അപ്പോൾ UDL-നെ ഒരു പോയിന്റ് ലോഡായിട്ട് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ലെങ്ത് L. ഈ L/2 ലെങ്ത് എടുക്കും, കറക്റ്റ് സെന്റർ എടുക്കും. ആ സെന്ററിൽ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. ദിസ് UDL is being converted into point load. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലെങ്ത്തിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇത്ര ന്യൂട്ടൺ പെർ മീറ്റർ ഓവർ ദിസ് ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. സപ്പോസ് UDL നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നമ്മൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിന്റ് ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. UDL ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഇത്ര മീറ്ററിൽ ഇത്ര ഇതുണ്ട് എന്നുള്ള രീതി. 1 മീറ്ററിൽ ഇത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 3 മീറ്ററിൽ ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് 5 ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ 5 ന്യൂട്ടൺ വരുന്നു എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മളൊരു പോയിന്റ് ലോഡായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വി ആർ ഹാവിംഗ് ദിസ് മച്ച് ലെങ്ത്. അതായത് L സ്മോൾ L എത്രയാണ്? 10 ആണെന്ന് വിചാരിക്കുക. 10 മീറ്റർ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് സ്മോൾ L 10 മീറ്റർ. ഒരു വലിയ സ്കെയിൽ ആണെന്ന് വിചാരിക്കണേ. അപ്പോൾ സ്മോൾ L എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് L/2 ലെങ്ത്തിൽ, L/2 10/2 എന്ന് പറഞ്ഞാൽ 5 മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിന്റ് ലോഡ് എത്രയാണ് കാണിക്കുന്നത്? 5 × 10. 5 × 10 എടുക്കും. 5 × 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 50 ന്യൂട്ടൺ കറക്റ്റ് സെന്ററിൽ ആക്ട് ചെയ്യുന്നതായിട്ട് വരയ്ക്കും. അതാണ് ഈ UDL-ന് സിമിലർ ആയിട്ടുള്ളത്. അതായത് 5 ന്യൂട്ടൺ പെർ മീറ്ററിന്റെ ഒരു UDL 10 മീറ്ററിൽ ആക്ട് ചെയ്യുന്നു. 10 മീറ്റർ ലെങ്ത്, L 10 മീറ്റർ ലെങ്ത്തിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 × 10 എടുത്ത് 50 ആക്കും. 50 ന്യൂട്ടൺ ആയി അല്ലേ. മൊത്തത്തിൽ 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. മൊത്തത്തിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്ന എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. കാരണം 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇവിടെ 10 മീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 × 10 50 ന്യൂട്ടൺ മൊത്തത്തിൽ ഈ ബോഡിയുടെ മുകളിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. അതായത് കറക്റ്റ് സെന്ററിലായിരിക്കും, L/2 ലെങ്ത്തിലായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. UDL-ന്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് മനസ്സിലായോ? എങ്ങനെയാണ് UDL-നെ നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്താലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഫോളോ ചെയ്തോ UDL? ഒന്നിട്ട് പറയണോ? ഒന്നും പറയാം. ഓക്കെ, അതായത് UDL എന്ന് പറയുമ്പോൾ ഞാനിപ്പോ വേറൊരു ഡയഗ്രാം വരയ്ക്കാം. UDL സാധാരണ കാണിക്കുന്ന രീതിയിൽ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ
രണ്ട് ടേബിളുണ്ട്, ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്, ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ UDL എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു യൂണിഫോംലി, ഈ ഒരു രീതിയിൽ യൂണിഫോംലി, സപ്പോസ് ദിസ് ഇസ് ആക്ടിങ് അറ്റ് എ ലെങ്ത് ഓഫ് 10 മീറ്റർ. ടോട്ടൽ നമുക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, ദിസ് എ, ദിസ് ബി. അപ്പോൾ നമുക്കിവിടെ UDL ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇത്രയും ലെങ്ത് 10 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് UDL ആക്ട് ചെയ്യുന്നത്. UDLന്റെ വാല്യൂ, അതായത് ഒരു മീറ്ററിൽ 5 ന്യൂട്ടൺ വെച്ചിട്ട് ഈ ഒരു UDL ഇങ്ങനെ പോകുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എത്രയാണ്? ബിക്കോസ് ഓഫ് ദിസ് UDL കാരണം, ബിക്കോസ് ഓഫ് UDL 10 മീറ്റർ ഡിസ്റ്റൻസിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 into 10, that is equal to 50 ന്യൂട്ടൺ. കാരണം 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് UDL. It is acting over a length of 10 meter. So the total weight എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ is being acted upon this particular beam AB. അപ്പോൾ അതിന്റെ ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ AB എന്ന് പറയുന്ന ആ ഒരു ബോഡി അത് എനിക്ക് വരച്ചു. അതിനുശേഷം റിയാക്ഷൻ അറ്റ് A, സിംപ്ലി സപ്പോർട്ടഡ് ആയതിന്റെ മുകളിലേക്ക് മാത്രമേ ഉള്ളൂ റിയാക്ഷൻ അറ്റ് B, ആൻഡ് 5 ന്യൂട്ടൺ പെർ മീറ്റർ ഈസ് ആക്ടിങ് ഫോർ എ ലെങ്ത് ഓഫ് 50 മീറ്റർ, അല്ലേ? സോറി, 10 മീറ്റർ. സോ ടോട്ടൽ വെയിറ്റ് ഈസ് 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ആണ് ടോട്ടൽ വെയിറ്റ്. ആ 50 ന്യൂട്ടൺ നമുക്ക് എവിടെ ആക്ട് ചെയ്യും? കറക്റ്റ് ഈ 10 മീറ്ററിന്റെ പകുതിയിൽ 50 ന്യൂട്ടൺ. ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ദിസ് ലെങ്ത് ഈസ് വാട്ട്? 5 മീറ്റർ. വൈ 5 മീറ്റർ? വൈ അങ്ങനെയാണ് 5 മീറ്റർ എങ്ങനെ വന്നു? കറക്റ്റ് സെന്ററിലെ ആക്ട് ചെയ്യത്തുള്ളൂ. 10 മീറ്ററിന്റെ നേരെ പകുതിയിൽ ഈ 50 ന്യൂട്ടൺ ആക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇക്വലന്റ് സിസ്റ്റമാണ്. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് എന്താ RA ഉണ്ട്, RB ഉണ്ട്, 50 ന്യൂട്ടൺ താഴേക്ക് ഒരു പോയിന്റ് ലോഡായിട്ട് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. ഈ പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടി? 10 മീറ്ററിന്റെ പകുതി. 10 മീറ്ററിന്റെ പകുതിയിലാണ് എത്രത്തോളം വെയിറ്റ് ആക്ട് ചെയ്യുന്നത്? 5 into 10 മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ സെൻട്രൽ പോയിന്റിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. CGയിൽ ആക്ട് ചെയ്യുന്നു, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ UDL സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് 5 ന്യൂട്ടൺ പെർ മീറ്റർ തന്നു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് ആക്ടിങ് ഓവർ എ ലെങ്ത് ഓഫ് 10 മീറ്റർ, the total load acting on the beam is 50 Newton. This 50 Newton is being acted upon the center of gravity, which is 10/2, that is 5 meter. 5 മീറ്ററിലാണ് ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ടോട്ടൽ 10 മീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും UDL ആക്ട് ചെയ്യുന്ന ലെങ്ത് 10 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ 10/2, 5 മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? ആ 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് പോയിന്റ് ലോഡായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. പിന്നീട് വരുന്നത് യൂണിഫോം വേരിയിങ് ലോഡ്. എന്താണ് ഒരു യൂണിഫോം വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, നമുക്ക് യൂണിഫോം വേരിയിങ് ലോഡ് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങളുടെ അറ്റൻഡൻസ് പറഞ്ഞോളൂ. റോൾ നമ്പർ 1 Present, sir. റോൾ നമ്പർ 2 Present, sir. 3 absent. 4. Roll number 4 absent. 5 ഉണ്ടോ? 5 absent. 6 Present, sir. 5 present, sir. 5%. Okay. 6 present, sir. Okay. 7. പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. 7 present, sir. 8 present, sir. 9 9%, sir. Okay. 10 10%, sir. 11 Present, sir. Okay. 12 അനന്തു ആണോ? 12 ആരാണ്? റോൾ നമ്പർ 12. 13 Present, sir. Okay. 14 Present, sir. 12 absent ആണല്ലേ? 15 Present, sir. 16 Sir, 12 present ആണ്. My problem. Okay. ആരാണത്? Anandu KR. Okay. 16 Present, sir. Okay. 17 Present, sir. 18 absent. 19 sir 19 present. Okay. 20 4 18 ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട് സാറേ. 4 ഉം 18 ഉം. Okay.
20. 20 ആരാണ്? റോൾ നമ്പർ 20. സിയാണോ? ഓക്കെ. 21. 21, 22. 22, ഓക്കെ. 23. 23 absent, 24. ഓക്കെ. 25. 25, 26. 26. 27. 27. 28. Sir, 27, sir. ഓക്കെ. 28. Sir, 27 present ആണ്. ഇട്ടോ, sir. ഓക്കെ. ഓക്കെ. മാറ്റിട്ടുണ്ട്. 28 ആരാണ്? 28. 28 ഉണ്ടോ അവിടെ? ആബ്സെന്റ്. 29. Present, sir. 30. Present, sir. 31. Present, sir. 32. Present, sir. 33. 33% sir. 34. 34. 34 absent. 35. 35. 36. 36 present, sir. Okay. 37. 37% sir. 38. 38% sir. Okay. 39. Present, sir. Okay. 40. Roll number 40. Absent. 41. Present, sir. 42. 42. Okay. 43. 43. 44. 44. 44 ആരാണ്? 44. Okay. 45. 45. Okay. 46. Present, sir. 47. 47. 48. 48 present, sir. Okay. Absent is 3, 23, 28, 34, 35, 40, 47. Sir, 40 chat box il ittittundu. 40. Okay. Okay. 40. Okay. 40, 80. Okay. Thank you. Thank you, sir. Okay. Bye. Thank you, sir. Okay. Bye.